നമസ്കാരം. കാന്തല്ലൂർ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ കൃത്യം. കേരള തനിമയുള്ള വേഷവിധാനങ്ങളോടെ എത്തിയ അംഗങ്ങൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന കാന്തല്ലൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഹാളിന് മുന്നിൽ പൂക്കളം ഒരുക്കി. പിന്നാലെ പരസ്പരം ആശംസകൾ നേർന്ന് അംഗങ്ങൾ സന്തോഷം പങ്കിട്ടു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യരാജൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി കയറി ആദ്യത്തെ ഒരു പരിപാടിയും കൂടിയാണ് ഇത്. വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെയധികം ഗസ്റ്റ് ഏരിയയും കൂടിയാണ്. ടൂറിസ്റ്റ് ഇത് നമ്മുടെ വളരെയധികം കൃഷി സ്ഥലങ്ങളും കൂടുതൽ ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഓണസദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കാന്തല്ലൂർ കൃഷി തന്നെ മതി. ഇവിടെയുള്ള ഉത്പാദിക്കുന്ന നമ്മുടെ ഇത് തന്നെ ഉപയോഗിച്ച് നമുക്കൊരു സദ്യ ഒരുക്കാം. എന്നാലും ഈ ഹോം സ്റ്റേ അസോസിയേഷനും നമ്മുടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തും കൂടി ഇത് ഗസ്റ്റ് ഏരിയയിലും ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഈ കാര്യം ഒന്ന് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന. പിന്നെ 13-ാം തീയതി നമ്മുടെ ഹോം സ്റ്റേ അസോസിയേഷനും മറ്റേ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇതിനും മെഗാ ഒരു ക്ലിനിക്കും കൂടി നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ഉദ്ഘാടനം ചെയ്തു എന്ന് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷൻ പ്രസിഡന്റ് പി ടി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. കാന്തല്ലൂർ മനോഹരമാക്കാൻ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാന്തല്ലൂരിന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും നിലവാരം കണ്ടുപിടിക്കുവാനും അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുൻനിരയിൽ എത്തിക്കുവാനും കഴിവുള്ള ഹോം സ്റ്റേ അങ്ങനെയാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു മേഖലയാണ് കാന്തല്ലൂർ പ്രദേശം. കോവിൽക്കവിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ 11 കിലോമീറ്റർ സ്ഥലത്ത് ഓരോ കിലോമീറ്ററിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെത്രമാത്രം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. കാരണം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും നല്ല ക്ലൈമറ്റുള്ള ഇന്ത്യയിലെ തന്നെയോ വിദേശങ്ങളിലോ തന്നെയോ പ്രത്യേകതയുള്ള സ്ഥലത്തിനെ പറ്റി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് എന്താണ് ഇതിന്റെ മഹാത്മ്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പൊതുജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ നാടിന്റെ വൃത്തി നമ്മളായിരിക്കണം. നമ്മൾ എന്ത് വൃത്തിയിലിരിക്കുന്നു അതായിരിക്കും നമ്മുടെ നാട്. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് നടക്കാൻ എഴുന്നേറ്റ് പോകും. 6:10 അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ പ്ലാസ്റ്റിക് കുപ്പി ഒരു ബോട്ടിൽ 5 കിലോയുടെ സ്ഥിരമായിട്ട് വെക്കുന്നത് കാണാം. എന്നെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് മുഖം കുറച്ച് ആ ടൗണിൽ തന്നെ ഇട്ടു. നമ്മളുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടി മാത്രം നമ്മളെ വെച്ച് ബോക്സ് ആയിട്ട് സ്വന്തം വഴി പഞ്ചായത്തിന് വഴിയുമായി ഡ്രൈവേഴ്സിന് പോലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് വേസ്റ്റ് ബോക്സ് വെച്ചു. ഹൈദരാബാദ് സ്ഥലങ്ങളിൽ നമ്മൾ നിർമ്മിതാക്കി. എന്നിട്ടും ഒരു ദിവസവും കാണാത്ത രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നമ്മളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമല്ല. നമ്മുടെ ഓരോ ഹോം സ്റ്റേയും മുമ്പിൽ 10 പൂച്ചെടികളെങ്കിലും 10 പച്ചക്കറി കൃഷികളെങ്കിലും 10 ഫലകൃഷികൾ നടാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഹോം സ്റ്റേ നടത്തുന്നത്. ലോഗോ പ്രകാശനം ഹാറ്റ് സംസ്ഥാന പ്രസിഡന്റ് MP ശിവദത്തൻ നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. വളരെ കളർഫുൾ ആയിട്ടുള്ള ഓണാഘോഷ പരിപാടി, അതിനോടനുബന്ധിച്ച് ലോഗോ പ്രകാശനവുമൊക്കെ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 49,000 കോടി രൂപയുടെ വരുമാനം കേരളത്തിലെ സർക്കാരിന് ലഭിക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് 49,000 കോടി രൂപയുടെ വരുമാനം സംസ്ഥാനത്തിന്റെ ഖജനാവിൽ എത്തുന്നത്. സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് C വർഗീസ്, കാന്തല്ലൂർ പഞ്ചായത്ത് അംഗങ്ങളായ ബാലമുരുകൻ, രേണുക രാജേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു, മറയൂർ SI അബ്ദുൾ അസീസ്, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ സെക്രട്ടറി പ്രതീഷ് M സ്വാഗതം ആശംസിച്ചു. നമ്മൾ ഇന്ന് പൊന്നോണം ആഘോഷിക്കാനും ഒരു പുതിയ കൂട്ടം കൂടി നമ്മുടെ പരസ്പര ധാരണയ്ക്കും ഒന്നിച്ചു പോകുന്നതിന് വേണ്ടി
ആണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. ഓണം എന്നാൽ മഹാബലി ചക്രവർത്തി നമ്മുടെ രാജാവായിരുന്നു എന്നും അദ്ദേഹം കേരളം നമ്മുടെ ഭരിച്ചിരുന്ന സമയം എല്ലാവരും സന്തോഷവും സമൃദ്ധവുമായിരുന്നു എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ആ കാലത്തെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മാവേലി നാട് മണ്ണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കുമൊട്ടില്ല കാലം, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളവുമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നമ്മുടെ കൂട്ടായ്മ നമ്മൾ പരസ്പരം അറിയുന്നതിനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുന്നതിനും ഈ നാട്ടിൽ നമ്മൾ ഈ പ്രസ്ഥാനം നടത്തുമ്പോൾ നമുക്ക് വരുന്ന തടസ്സങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിക്കാനും അതിന് കൃത്യമായ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നത്. കാന്തല്ലൂരിൻ്റെ പ്രാധാന്യം ഇനിയും വേണ്ടവണ്ണം പുറത്തെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നും എല്ലാവരും ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും നന്ദി പ്രകാശനത്തിനിടെ ഖജാൻജി അനീഷ് ആവശ്യപ്പെട്ടു. കാന്തല്ലൂര് ഇങ്ങനെ ഹോം സ്റ്റേ ഉണ്ടെന്ന് കുറെ ജനങ്ങൾ അറിയുന്നിട്ടാണ്. ഏകദേശം ഞാനൊരു 6 വർഷമായിട്ട് ഇതിന്റെ മെമ്പറായിട്ടിരിക്കുകയാണ്. എന്നെ ആദ്യമായിട്ട് ചേർക്കുന്നത് നമ്മുടെ ലിജുവും റിനിക്കുട്ടനൊക്കെയാണ്. അപ്പം തന്നെ ചെറിയ രീതിക്കുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല രീതിക്ക് പ്രവർത്തനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഫെസ്റ്റ് നടത്താൻ സാധിച്ചില്ല. കാരണം നമ്മുടെ പ്രസിഡന്റ് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു, സാധിച്ചില്ല അത്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ നല്ല രീതിക്ക് ഫെസ്റ്റ് വയ്ക്കുമെന്ന് പറയുന്നു. അപ്പൊ അതിന് എല്ലാവരും സഹകരണം വേണം. അതിനോടൊപ്പം ഇവരുടെ സംസാരിച്ച പോലെ നമ്മുടെ ഹോം സ്റ്റേ ലഹരിക്ക് അടിമയെ പോകുന്നത് എന്ന് പറയാനുണ്ട്. കാരണം ഇവിടെ പല ഹോം സ്റ്റേകളിലും മെയിനായിട്ട് ഗസ്റ്റ് അല്ല, അവിടെ വരുന്നതെല്ലാം കഞ്ചാവ് ബിസിനസ് മാത്രമാണ്. കാരണം എനിക്ക് വളരെയധികം അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. വിഭവ സമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾ സമാപിച്ചത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.